എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഷാമ്പൂവിൻ്റെ ഒഴിഞ്ഞ കുപ്പി കൊണ്ടുള്ള ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ 2 ലക്ഷം പേരായിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഒരു ഹിമാലയയുടെ ഷാമ്പൂ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള വലിയ ബോട്ടിലാണ് കൂടുതലും നല്ലത്. ഏത് ബോട്ടിലാണോ ഉള്ളത് അതൊന്ന് എടുക്കുക. എന്നിട്ട് ഞാൻ വരയ്ക്കുന്ന പോലെ ഒരു ഡിസൈൻ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ വരയ്ക്കണം എന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഡിസൈനിൽ വരയ്ക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ചെറുപയർ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഫെവിക്കോൾ ഉണങ്ങുന്നേക്കാളും മുന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് പിടിക്കില്ല. അതുപോലെ തന്നെ കുറച്ച് കട്ടിയിലും ഫെവിക്കോൾ തേച്ച് കൊടുത്താലേ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ തൊടുമ്പോഴേക്കും തന്നെ ആ ചെറുപയർ അതിൽ ഒട്ടിയിരിക്കും. പതുക്കെ കുറച്ചീശായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം തന്നെ മൊത്തമായിട്ട് ഫെവിക്കോൾ തേച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ഭാഗത്ത് ഫെവിക്കോൾ തേക്കുക, എന്നിട്ട് അവിടെ ഒട്ടിക്കുക, പിന്നെ വീണ്ടും ഫെവിക്കോൾ തേക്കുക. അങ്ങനെ കുറച്ചായിട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ എളുപ്പമാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഇളകി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. അതുപോലെ താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും ഒന്ന് ഫെവിക്കോൾ റൗണ്ടിലാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കാനാണ്. ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് ഒട്ടും ഫെവിക്കോൾ അറിയില്ല, ഫുള്ളായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെ പശയൊക്കെ തേച്ചിട്ട് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക, നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കളർ ചെയ്യുകയാണ്. ഞാനിവിടെ പേൾ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്യാമലിൻ്റെ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ ഇതുപോലത്തെ പെയിൻറ്റ് വാങ്ങാൻ കിട്ടും. ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡൻ കളറോ എന്താണ് നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഒരു 25 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ വില. ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് വൈറ്റ് കളർ കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് വീണ്ടും നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി 2-3 മിററും കൂടെ ഇതിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫർണിച്ചറിലൊക്കെ അടിക്കുന്ന വാർണിഷില്ലേ, അതൊന്ന് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഈ പയറിനൊന്നും ഒരു കേടും വരില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളും, നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ അത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന ഷാമ്പൂവിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ വേസിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡിൽ ഞാൻ കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.